നമസ്കാരം. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു കൊലപാതകം. കേർഭംഗ ബസാറിൽ ഫാർമസി നടത്തുന്ന മധ്യവയസ്കനായ ഖോഗൻ ചന്ദ്രദാസാണ് ഇത്തവണ കൊല്ലപ്പെട്ടത്. ഏതാനും ആഴ്ചകൾക്കിടയിൽ നടക്കുന്ന നാലാമത്തെ കൊലപാതകമാണ് ഇത്. ഔദ്യോഗികമായ കണക്ക് മാത്രമാണിത്. അനൗദ്യോഗികമായി എത്രയേറെ കൊലപാതകങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ കലുഷിതമാണ് ഇപ്പോഴും ബംഗ്ലാദേശിലെ സാഹചര്യം. ബംഗ്ലാദേശ് കത്തി തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പുതുവത്സരത്തിൻ്റെ തലേന്നായിരുന്നു അക്രമി സംഘം ഖോഗൻ ചന്ദ്രദാസിനെ ആക്രമിച്ചത്. അക്രമികളെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുകയാണ്. ബംഗ്ലാദേശിലെ ശരീദ്പൂർ ജില്ലയിലെ കേർഭംഗ ബസാറിൽ ഫാർമസി നടത്തുന്ന മധ്യവയസ്കനായ ഖോഗൻ ചന്ദ്രദാസാണ് പുതുവത്സര ദിനത്തിൽ കൊല്ലപ്പെട്ടത്. ആ ദിവസത്തെ ബിസിനസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. സീമാദാസ് പറയുന്നതനുസരിച്ച് ആക്രമികൾ ഭർത്താവിനെ തിരിച്ചറിഞ്ഞതിനാലായിരിക്കാം കൊല ചെയ്തത്. എൻ്റെ ഭർത്താവ് എല്ലാ രാത്രിയും കടയടച്ചിട്ട് ദിവസത്തിലെ വിൽപ്പനയിൽ നിന്നുള്ള പണവുമായി വീട്ടിലേക്ക് മടങ്ങുന്ന പതിവാണ്. ബുധനാഴ്ച രാത്രി ഭീകരവാദികൾ അദ്ദേഹത്തെ ആക്രമിച്ചു. ആക്രമികൾ 2 പേർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ശേഷമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സീമ പറഞ്ഞു. പ്രദേശത്ത് ആരുമായോ തങ്ങൾക്ക് യാതൊരു ശത്രുതയും ഇല്ല എന്നും കേവലം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയത് എന്നുമാണ് പറയപ്പെടുന്നത്. അതായത് ഈ 4 കൊലപാതകങ്ങളും തന്നെ ബംഗ്ലാദേശിൽ ഈ അടുത്ത ഇടയായി നടന്ന 4 കൊലപാതകങ്ങളും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ കൊല ചെയ്യപ്പെട്ടത്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഭീകരവാദവുമായിട്ടോ യാതൊരു തരത്തിലുള്ള മറ്റ് അക്രമ പ്രവർത്തനങ്ങളുമായോ ബന്ധമില്ലാത്ത ആൾക്കാരാണ്, സാധുക്കളാണ്. പക്ഷേ അവർ ഹിന്ദു മതത്തിൽ ജനിച്ചുപോയി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അങ്ങനെ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ബംഗ്ലാദേശിൽ. 1975 മുതൽ ഈ വരുന്ന കണക്കെടുത്ത് നോക്കിയാൽ 14 കോടി ഹിന്ദുക്കളിൽ കേവലം 2 കോടി പേർ മാത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അതിജീവിക്കുന്നത്. ബാക്കി എല്ലാവരും കൊന്നൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ മതം മാറ്റപ്പെടുകയോ ചെയ്തു. അത്തരത്തിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ബംഗ്ലാദേശിലും നിലനിൽക്കുന്നത്. പാകിസ്ഥാനിലെ അത്രയേറെ മതഭീകരത ബംഗ്ലാദേശിൽ ഇല്ല എങ്കിലും മതഭീകരതയിൽ തങ്ങൾ ഒട്ടും കുറഞ്ഞവരല്ല എന്ന് പല തവണയായി ബംഗ്ലാദേശ് തെളിയിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം കടയടച്ച് മടങ്ങുമ്പോൾ അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം ഖോഗനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു. ബുധനാഴ്ച രാത്രി 9 മണിയോടെ പ്രദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ ഖോഗൻ ആക്രമിക്കപ്പെടുകയായിരുന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ മർദ്ദിക്കുകയും മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് കുത്തുകയും ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് പിന്നീട് തീ കൊല്ലുകയും ചെയ്തു. സമീപത്തുള്ള ഒരു കുളത്തിലേക്ക് ചാടിയ ഖോഗൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടായിരുന്നു ആദ്യം അറിഞ്ഞത്. പക്ഷേ ഗുരുതരമായി പൊള്ളലേറ്റ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഭർത്താവിനെ ഭീകരർ ലക്ഷ്യം വെച്ചതും ആക്രമിച്ചതും എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സീമ പറഞ്ഞു. ഖോഗൻ്റെ കൈകളിലും മുഖത്തും തലയുടെ പിൻഭാഗത്തും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ ധാക്കയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ഡോക്ടർമാർ പറയുന്നു. ദീപു ചന്ദ്രദാസിനെയും ഇവിധം അക്രമികൾ കൊന്ന ശേഷം കത്തിക്കുകയായിരുന്നു. 2 അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ പിടികൂടാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും ബംഗ്ലാദേശ് പോലീസ് അറിയിച്ചു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും നടന്ന 4 കൊലപാതകങ്ങളിലും കാര്യമായിട്ട് അന്വേഷണമൊന്നും നടന്നിട്ടില്ല. അതുമാത്രമല്ല, അവർക്കെതിരെ കാര്യമായിട്ടുള്ള കേസുകൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയോ മറ്റ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ മുഹമ്മദ് യൂനസ് സർക്കാരിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഭീകരവാദികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരെ ഈ കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ടതും മുഹമ്മദ് യൂനസ് തന്നെയാണ്. ഇന്ത്യക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് പാകിസ്ഥാൻ ISIയുടെയും തുർക്കിയുടെയും സഹായത്തോടുകൂടി ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു മുഹമ്മദ് യൂനസ്. സംഭവത്തിൽ മറ്റാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണെന്ന് ദാവുദ്യ പോലീസ് ഓഫീസ് ഇൻചാർജ് മുഹമ്മദ് റബിയുൾ ഹക്ക് പറഞ്ഞു. ഡിസംബർ തുടക്കം മുതൽ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ലക്ഷ്യമിട്ട് വലിയ അക്രമങ്ങളാണ് നടത്തി വരുന്നത്. ഇത് 4ാമത്തെ അക്രമമാണ്, ഖോഗനെതിരെയുള്ള അക്രമം. വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണശേഷം ബംഗ്ലാദേശിൽ രൂപപ്പെട്ട ഒരു സ്ഥിതിയാണ് ഇത്. കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിലെ കലിമോഹനിൽ 29 വയസ്സുള്ള അമൃത് മോണ്ടൽ എന്ന യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. അതടക്കം 4 കുറ്റകൃത്യങ്ങൾ. ഡിസംബർ ആദ്യം വ്യാജ ദൈവമെന്ന് ആരോപിച്ച ബംഗ്ലാദേശിലെ ഫാക്ടറി തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിലായിരുന്നു കൊലപാതകങ്ങളുടെ തുടക്കം. ഒടുവിൽ ഖോഗൻ ചന്ദ്രദാസ് ഉൾപ്പെടെ 4 പേർ. ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പ്രകടിപ്പിക്കുകയുണ്ടായി.
തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഭീകരമായ രീതിയിൽ തുടരുന്ന പക്ഷം ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ബംഗ്ലാദേശും ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ തന്നെയാണുള്ളത് ഇപ്പോൾ. പക്ഷേ ബംഗ്ലാദേശിന് ഇപ്പോഴുള്ള പദ്ധതികൾ അനുസരിച്ച് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന് ബംഗ്ലാദേശ് സ്കോപ്പ് കൂട്ടുന്നു എന്നാണ് അറിയുന്നത്. ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാലും ഇല്ലെങ്കിലും ഈ ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്ന ബംഗ്ലാദേശിന് തീർച്ചയായിട്ടും പാകിസ്ഥാനോടൊപ്പം തന്നെ ഒരു കനത്ത ശിക്ഷ തന്നെ ഇന്ത്യയിൽ നിന്ന് ലഭിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയാണ്. ഇനി കേവലം ഇതുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ മാത്രം ലഭിച്ചാൽ മതി. അങ്ങനൊരു സാഹചര്യത്തിലാണ് അതിർത്തിയിൽ മുന്നോട്ട് പോകുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതെന്ന് യാതൊരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേസെടുക്കുമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും ഇനിയും മുഹമ്മദ് യൂനസ് സർക്കാരിന് പറയുവാൻ കഴിയില്ല. കാരണം ആദ്യത്തെ കൊലപാതകം നടന്നപ്പോൾ തന്നെ അയാൾ ഈ കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇനിയും എങ്ങനെയാണ് ഇത്തരത്തിൽ ഹിന്ദു കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത് 3000-ലേറെ ആക്രമണങ്ങളാണ് ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്നത് എന്നതാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുന്നു, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾ വിവിധ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു. ഇങ്ങനെ കലുഷിതമായി തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ബംഗ്ലാദേശ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.